ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വളരെ സന്തോഷത്തോട് സമാധാനം ദൈവത്തിനെതിരായിരിക്കാൻ ദൈവം ചെയ്ത വൻ കൃപയ്ക്കായി ദൈവത്തിൻ്റെ സ്തോത്രം കരയറ്റാം. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹത്വത്തിന് നല്ല പിതാവ്, നല്ല വചനം തന്നിരിക്കുകയാണ്. സ്തോത്രം ചെയ്ത കർത്താവേ, ഈ വചനം ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർക്കണം. അവിടെ ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണം. നല്ല പിതാവേ, നല്ല വചനമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ അവൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന്. വേദപുസ്തകം നമുക്ക് ഈ കൊലോസ്യ ലേഖനം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുക മാത്രമല്ല, ക്രിസ്തുവിനെ ദൈവം സഭയുടെ തലയാക്കി വച്ചിരിക്കുന്നുവെന്നും ആ തലയാക്കുന്ന ക്രിസ്തുവിൽ നിന്ന് സഭയ്ക്ക് വേണ്ടതെല്ലാം കൊടുത്ത് പോറ്റി പുലർത്തുന്നു എന്നും ഈ കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ക്രിസ്തുവിൽ സകല സമ്പൂർണതയും സകലതും സഭയ്ക്ക് വേണ്ടതെല്ലാം ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, എല്ലാ വാഴ്ചകളെ അധികാരത്തെ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി ക്രൂശിൽ അവരെ പരസ്യ കാഴ്ചയാക്കിയിരിക്കുന്നു എന്ന് തിരുവചനം നമ്മോട് പറയുക. എന്ന് വെച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ച് എന്തിനു വേണ്ടിയ? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ ക്രിസ്തുവും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവവിധീന്തം മരണവിധിയിലാഴുന്നവരൊക്കെ വിടുവിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ, ഏദേൻ തോട്ടത്തിൽ സർപ്പം അല്ല പിശാച് ഉപായത്താൽ ഹൗവയെയും ആദത്തെയും വഞ്ചിച്ച് ദൈവം മനുഷ്യവർഗത്തിന് കൊടുത്ത അനുഗ്രഹം, സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ, നിത്യജീവൻ, സ്നേഹം, സമാധാനം, സന്തോഷം, മറ്റെല്ലാ അനുഗ്രഹങ്ങളും ഉപായത്തിൽ ചതിച്ച് എന്ത് ചെയ്ത് പിശാച് കൈവശമാക്കി. എന്നാൽ ആ ഏദേൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഒടുക്കത്തെ ആദമായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തിരിച്ചു കിട്ടുവാനിടയായി തീർന്നു. എങ്ങനെയാണ്? അതിനുവേണ്ടി യേശു ക്രിസ്തു തൻ്റെ ജീവനെ തന്നെ മറുവിലയായി കൊടുത്ത്, തൻ്റെ പുണ്യാകരക്തം മറുവിലയായി കൊടുത്ത് അത് തിരിച്ചു വാങ്ങുവാനിടയായി തീർന്നു. എഫേസ്യർക്ക് പൗലോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും, സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് ഒന്നുകൂടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴിലാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നമുക്കവിടെ വായിക്കുവാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ എന്ത് ചെയ്തു? സകല വാഴ്ചകളെ അധികാരത്തെ ആയുധവർഗം വെപ്പിച്ച് അവിടെ സകല അധികാരവും മേടിച്ച്, എന്നിട്ട് എന്തിനു ചെയ്തു? ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുത്തി സകലവും അവൻ്റെ കാൽ കീഴിലാക്കി വെച്ച് അവനെ തലയാക്കി സഭയായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന്.
നമ്മൾ വായിക്കുന്നു. തലയുടെ പ്രത്യേകത എന്താ? തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവിക വളർച്ച പ്രാപിക്കുന്നത്. എന്ന് വെച്ചാൽ തലയിൽ നിന്ന് ഒഴുകി വരുന്ന ആ ആ അഭിഷേകം സഭയിലേക്ക് ഒഴുകിയിട്ട്, എന്ന് വെച്ചാൽ അഹറോനെ അഭിഷേകം ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ആ അഭിഷേക തൈലം അഹറോൻ്റെ തലയിലൊഴിച്ചു. ആ തൈലം തലയിൽ ഒഴുകി അയാളുടെ താടിയിലൂടെ ഒഴുകി വന്ന് ഉടുപ്പിലൂടെ ഒഴുകി ഉടുപ്പിൻ്റെ വിളമ്പോൾ ഇറങ്ങി വന്നതുപോലെ തലയാവുന്ന ക്രിസ്തുവിൽ നിന്ന് ആത്മീയ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും ആത്മീയ വരങ്ങളും എന്ത് ചെയ്തു? ഒഴുകി നിറഞ്ഞ് സഭയെ നിറച്ച് എന്ത് ചെയ്യുക? പൂർണ്ണമായി അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് നിറച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മോട് പറയുക. അതുകൊണ്ടാണ് കൊലോസ്യർ 2-18 തിരുവഴുത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്, തലയെ മുറുകെ പിടിക്കാത്തവരാരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലും അല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തികളാലും എന്ത് ചെയ്യരുത്? ഈ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാത്തവർ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. കാരണം നമ്മളെല്ലാം ഒരു വിരുദിന് വേണ്ടി ഓടുന്നവരാണ്. പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശു ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ആ ലാക്കിലേക്ക് ഓടുമ്പോൾ ആ വിരുദ് തെറ്റിക്കുന്നവരാര്? ക്രിസ്തുവാകുന്ന തലയെ മുറുകെ പിടിക്കാത്തവരും. കാരണം അപ്പസ്തോല പ്രവൃത്തി 4-12 തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് തിരുവനും സത്യവേദപുസ്തകം യഥാർത്ഥമായി പറയുമ്പോഴും ക്രിസ്തുവിൽ തന്നെയല്ല മറ്റു പലരിലും രക്ഷയുണ്ടെന്ന് പറഞ്ഞ് മറ്റു പലരെ മധ്യസ്ഥരാക്കി വെക്കുകയും പണം സമ്പാദിക്കാൻ വേണ്ടി മറ്റുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരുടെ പ്രത്യേകത എന്താ? അവർ ക്രിസ്തുവിൽ മാത്രമുള്ള രക്ഷയെ തട്ടിക്കളഞ്ഞ് നമുക്ക് ലഭിക്കേണ്ട നിത്യജീവൻ, നമുക്ക് വേണ്ടിയാണ് വിരുദ് പ്രാപിക്കാൻ പറ്റാത്ത രീതി അവർ തട്ടിക്കളയാൻ കാരണമായി തീരും. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുക, തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാത്തവരാരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. അതുകൊണ്ട് നമ്മൾ സുബോധമുള്ളവരായി, നല്ല ജ്ഞാനമുള്ളവരായി, എല്ലാ കാര്യങ്ങളിലും നല്ല ചിന്തയുള്ളവരായി ഇരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വിരുദ് തെറ്റിപ്പോവാനിടയായിത്തീരും. അതുകൊണ്ട് എന്താ പ്രയോജനം? ഇപ്പോൾ വചനം പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. കാരണം എന്താ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് നാം ഇന്ന് ക്രിസ്തുവിലാണോ എന്ന് ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ക്രിസ്തുവിലാണെങ്കിൽ നമ്മളൊന്നും ഭയപ്പെടേണ്ട. കാരണം എന്താ? പിതാവായ ദൈവം ക്രിസ്തുവിന് എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമ്മളിലേക്ക് ഷെയർ ചെയ്യപ്പെടും. നാം ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ മറ്റൊരു ഉപദേശം തപ്പിയോ അല്ല മറ്റൊരു മധ്യസ്ഥനെ തപ്പിയോ മറ്റൊരു രക്ഷ തപ്പിയോ നമ്മൾ പോകേണ്ട. നമ്മൾ നിൽക്കുന്നിടത്ത് ഉറച്ചു നിന്നാൽ മതി. കൊലോസ്യയിലാണ് നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിക്കുക, മാത്രമല്ല അവനിൽ അടിസ്ഥാനപ്പെട്ടവനായി നിൽക്കുവാൻ തിരുവചനം നമ്മോട് പറയുക. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയല്ല. പിശാചിനാകട്ടെ, മരണത്തിനാകട്ടെ, രോഗത്തിനാകട്ടെ, മറ്റൊന്നിനും നമ്മുടെ സമാധാനം കെടുത്തുവാൻ കഴിയില്ല. കാരണം എന്താ? സകല വാഴ്ചകൾക്കും അധികം തലയായ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു തിരുവചനം നമ്മോട് പറയാം. അതുകൊണ്ട് നാം യഥാർത്ഥമായി ക്രിസ്തുവിലാണോ നിലനിൽക്കുന്നത്, ക്രിസ്തുവിൽ തന്നെയാണോ വസിക്കുന്നത്, ക്രിസ്തുവിലാണോ വളരുന്നതെന്ന് നമ്മളെ തന്നെ ഒന്നുകൂടി ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവേറ്റം ആസന്നമായിരിക്കുക. ആ വരവിൽ നമ്മൾ കൈവിട്ടുപോയാൽ നമ്മെപ്പോലെ അരിഷ്ടന്മാർ വേറെ ആരുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആകയാൽ ആ കർത്താവിന് വേണ്ടി ഒരുങ്ങി നമുക്ക് നിൽക്കാം, വചനപ്രകാരം ജീവിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ മാനിക്കുമാറാകട്ടെ. ആമേൻ.